തൻ്റെ ജീവിതാഭിലാഷത്തെപ്പറ്റിയും എന്നാൽ ചെറുമിയെപ്പറ്റിയും ബോധ്യമുണ്ടായിരുന്ന കൊച്ചുത്രേസ്യ തൻ്റെ സഹോദരിക്ക് എഴുതി, ഒരു പുണ്യവതിയാകുവാൻ ഞാൻ സദാ ആഗ്രഹിക്കുന്നുവെന്ന് എൻ്റെ അമ്മയെ അങ്ങേക്കറിയാമല്ലോ. എന്നാൽ കഷ്ടം, പുണ്യവാന്മാരുമായുള്ള ഒത്തുനോക്കുമ്പോൾ അവരും ഞാനും തമ്മിൽ ആകാശം വരെ ഉയർന്നു നിൽക്കുന്ന പർവ്വതവും പതിതപാദങ്ങൾക്ക് കീഴിൽ അജ്ഞാതമായി കിടക്കുന്ന മണൽത്തരിയും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണുള്ളത്. എനിക്കിപ്പോഴും ബോധ്യമായിട്ടുണ്ട്. എങ്കിലും സ്വയം നിരുത്സാഹത്തിന് പകരം ഞാൻ ഇപ്രകാരം സ്വാഗതം ചെയ്യും: നിറവേറ്റുക സാധ്യമല്ലാത്ത ആഗ്രഹങ്ങളൊന്നും നല്ല ദൈവം നിവേശിപ്പിക്കുകയില്ല. ആകയാൽ വിശുദ്ധിയുടെ ആദർശത്തിന് എൻ്റെ നിസ്സാര പ്രതിബന്ധമല്ല വലുതാവുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. കർമ്മലമലയിൽ പറിച്ചു നടക്കപ്പെട്ട ചെറുപുഷ്പം കുരിശിൻ്റെ തണലിലാണ് വികസിക്കേണ്ടിയിരുന്നത്. യേശുവിൻ്റെ കണ്ണുനീരും ചോരയുമായിരിക്കും അതിന് മഞ്ഞുതുള്ളികൾ കണ്ണുനീരാൽ നനഞ്ഞ അവിടുത്തെ ആരാധ്യ തിരുമുഖമായിരുന്നല്ലോ അതിൻ്റെ പ്രഭാകരൻ. കൃത്യമായ ജീവിതചര്യയും പ്രത്യേക ജീവിത പ്രവർത്തന രീതികളുമുണ്ടായിരുന്ന കർമ്മലമഠത്തിലെ അനുദിന ജീവിതത്തിൽ പല യാഥാർത്ഥ്യങ്ങളും നടപടിക്രമങ്ങളായും പൊരുത്തപ്പെടുവാൻ ആദ്യമൊക്കെ പല വൈഷമ്യങ്ങളും അവർക്ക് അനുഭവപ്പെട്ടെങ്കിലും അവയെല്ലാം ദൈവസ്നേഹത്തെ പ്രതി സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ കൊച്ചുത്രേസ്യ തയ്യാറായി. മാർട്ടിൻ കുടുംബത്തിലെ വിവിധ സുഖസൗകര്യങ്ങളിൽ നിന്നും വാത്സല്യം നിറഞ്ഞ കുടുംബാന്തരീക്ഷത്തിൽ നിന്നുമാണല്ലോ കർമ്മലമഠത്തിലെ ദാരിദ്ര്യ ജീവിതത്തെ പുലുകിക്കൊണ്ട് എളിയതും പ്രാർത്ഥനാ നിർഭരവും ത്യാഗം നിറഞ്ഞതുമായൊരു ജീവിതം പുണരുവാൻ അവൾ തയ്യാറായത്. അവൾ ചേരുന്ന സമയത്തുണ്ടായിരുന്ന കഠിനമായ ശൈത്യവും അതിജീവിക്കുവാൻ ആവശ്യമായിരുന്ന കൂടുതൽ വസ്ത്രത്തിൻ്റെ അഭാവവും ബുദ്ധിമുട്ടേറിയ ജീവിതാനുഭവങ്ങളിലൂടെ അവളെ കടത്തിവിട്ടെങ്കിലും അവൾ അതിൽ നിരാശരായില്ല. സന്തോഷവും സമാധാനവും നിഷ്കളങ്കം നിറഞ്ഞ മുഖവുമായിട്ടാണ് തെരേസ അവിടെ ദിവസങ്ങൾ ചെലവഴിച്ചത്, മറ്റുള്ളവരുടെ മുമ്പിൽ കാണപ്പെട്ടതും. ആ വർഷം സെപ്റ്റംബർ മാസത്തെ അനുഭവത്തിൽ കൊച്ചുത്രേസ്യ വ്യക്തമാക്കുന്നുണ്ട്: പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ.